തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തമുണ്ട്. ഐസിയുവിലെ വെന്റിലേറ്ററിൽ നിന്ന് തീ പടർന്നതായാണ് പ്രാഥമിക നിഗമനം. ജീവനക്കാരുടെ സമയോചിത ഇടപെടലിൽ ഒഴിവായത് വൻ അപകടമാണ്. രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. രാവിലെ 9:30ഓടെയായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ഐസിയുവിൽ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഐസിയുവിൽ 16 രോഗികളുണ്ടായിരുന്നു. വേഗത്തിൽ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ തന്നെ ആദ്യഘട്ടത്തിൽ തീയണയ്ക്കുകയും രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയുമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗവും ഡോക്ടർമാരും മറ്റെല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും പെട്ടെന്ന് തന്നെ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചു. വെന്റിലേറ്റർ ഉണ്ടായിരുന്ന ആളുകളെ തന്നെ അടുത്ത വാർഡിൽ വെന്റിലേറ്റർ പ്രത്യേകം ഘടിപ്പിച്ച് വെന്റിലേറ്ററിൻ്റെ സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. ആ സന്ദർഭത്തിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിലും മറ്റും ഏർപ്പെട്ടിരുന്ന ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സുമാർ തുടങ്ങിയ ആളുകൾക്കുണ്ടായിട്ടുള്ള സഫക്കേഷൻ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചികിത്സ പൂർത്തീകരിച്ചു. ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചു. അവരെല്ലാവരും പറയുന്നത് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. രോഗികളുമായിട്ട് ഞാൻ സംസാരിച്ചു. രോഗികളും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലയിൽ മാറിയിട്ടുണ്ട്. പുക ഉയർന്നതിനെ തുടർന്ന് ശ്വാസതടസ്സം നേരിട്ട ജീവനക്കാരെ ഒബ്സർവേഷനിലേക്ക് മാറ്റി. പിന്നാലെ ഫയർഫോഴ്സും പോലീസും സംഭവസ്ഥലത്ത് കുതിച്ചെത്തി രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി. ഫയർ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലുള്ള ഒഫീഷ്യൽസ് ഉണ്ട്. ഇതിൻ്റെ വയറിങ് മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. മറ്റ് ഫ്ലോസ് എല്ലാം ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് അവർ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. എനിവേ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പേഷ്യൻസ് എല്ലാം സേഫാണ്. രോഗികളെ മാറ്റിയ വാർഡുകളിൽ ICU അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും തീപിടുത്തം ഉണ്ടായതിന്റെ കാരണം പരിശോധിക്കുമെന്നും ആരോഗ്യവകുപ്പ് ചീഫ് സെക്രട്ടറി രാജൻ N. ഗോബ്രഗഡെ അറിയിച്ചു. അവിടുത്തെ ഹൗസ് സർജൻ, തൊട്ടടുത്ത ഉള്ള 3 ഡോക്ടേഴ്സ്, നഴ്സസ് അതെല്ലാം വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് കാണിച്ചുകൊണ്ട് ആ വെന്റിലേറ്റർ ബർസ്റ്റായി. അത് അവരെ തന്നെ അവിടുത്തെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് അത് കൺട്രോളിലാക്കി. ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഈ ICU പോലെ തന്നെ എല്ലാ സംവിധാനമുണ്ട്. എല്ലാ ഈ 32 പേഷ്യൻ്റ് സ്റ്റേബിളാണ്. അവിടെ ഒരു വേറെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.